ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഫക്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ മുക്കമ്പാലോട് ബിജു, സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ഷോൾജർ തുടങ്ങി ഇവിടെ സന്നിധിയിലായിരിക്കുന്ന സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ കെ സോമൻ, ബഹുമാനായിട്ടുള്ള നഗരസഭയുടെ മേയർ ശ്രീ ബി വി രാജ്, തുടങ്ങി പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും സന്നിധിയിലായിരിക്കുന്ന ഈ ജനകീയ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായി സമാരാധനായിട്ടുള്ള സമരത്തിൽ ഹരി അതും കൂടെ നമ്മളെല്ലാവരും ഇന്നലെ ഡൽഹിയിൽ നടന്ന രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു സംഭവം കണ്ടു, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതാണ്. ഇന്നലെ നടന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ആക്രമിക്കാൻ ഒരു ശ്രമം. ഈ നാടിനെ നയിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ കയറി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ആക്രമണ ശ്രമം നടത്തിയത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരായി. 12 കൊല്ലം ഈ നാടിനെ നന്നാക്കി, രാജ്യത്തിന് നന്നാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് ഇങ്ങനെ അപമാനിക്കാനും അദ്ദേഹത്തിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാനും ഈ രാജ്യത്തിന്റെ ജനാധിപത്യം മറിക്കാനും ഞങ്ങൾ കോൺഗ്രസിനെ സമ്മതിക്കില്ല, അട്ടിമറിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഇന്ന് പറയാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസ് നേതാക്കന്മാര്, പ്രവർത്തകര്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിക്ക് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. നരേന്ദ്രമോദിജി ജനാധിപത്യപരമായ ഒരു എലക്ടഡ് പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നത് ഈ രാജ്യത്തിന്റെ എത്രയോ ജനങ്ങളാണ്. ഒരു ലെജിറ്റിമേറ്റ് ലോകത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ ഒരു ലീഡറാണ്. അദ്ദേഹത്തിനെയോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ രാഹുൽ ഗാന്ധിയുടെ അപ്പൂപ്പന് സാധിക്കില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ കുട്ടികളുടെ ഭാവി. ഈ നീറ്റ് എക്സാമിനേഷന്റെ ലീക്ക് നടന്നപ്പോൾ അന്ന് മുതൽ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്ത കാര്യങ്ങൾ നമ്മളെല്ലാം മനസ്സിലാക്കണം. മെയ് മുതൽ CBI ഇൻവെസ്റ്റിഗേഷൻ നടത്തി, ഉദ്യോഗസ്ഥന്മാരെ മാറ്റി, നീറ്റ് റീ എക്സാമിനേഷൻ നടത്തി, എല്ലാം സക്സസ്ഫുൾ ആയി ചെയ്തു. എന്നിട്ടും ഇന്ന് സ്റ്റുഡൻസിന്റെ ഭാവിക്ക് വേണ്ടി, വിദ്യാർത്ഥി യുവാക്കളുടെ ഭാവിക്ക് വേണ്ടി അവർക്ക് സമരം ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട് എന്ന് സമ്മതിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. സമരം ചെയ്യണം, ചർച്ച ചെയ്യാൻ തയ്യാറാണ്, പരിശോധിക്കണം, ഇതിന്റെ ഉത്തരവാദിത്തം ആരാണെങ്കിലും അവർക്ക് ഒരു പണിഷ്മെന്റ് കിട്ടണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതാണ്. ഇന്നലെ അദ്ദേഹം പറഞ്ഞു ഇതൊരു പാപമാണ്. അപ്പോൾ കൃത്യമായി BJPയും നരേന്ദ്രമോദി സർക്കാരാണ് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി 12 കൊല്ലമായി അധ്വാനിക്കുന്നതും ഇനിയും അധ്വാനിക്കും, ഇനിയും പ്രവർത്തിക്കും. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഈ കുട്ടികളുടെ പേരിൽ കോൺഗ്രസ്
മുതലെടുക്കുന്ന ഈ രാഷ്ട്രീയം നമ്മൾ മറക്കരുത്. ആ കുട്ടികൾ അവിടെ ഇരിക്കുമ്പോൾ നഡ്ഡാജിയാണ് അവരെ പോയി കണ്ടത്, ജിതേന്ദ്ര സിംഗാണ് അവരെ പോയി കണ്ടത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടെ ഒരു മിനിറ്റ് പോയില്ല അവരൊപ്പം സംസാരിക്കാനും കാണാനും. അവരെത്തിയത് എവിടെയാണ്? പ്രധാനമന്ത്രിയുടെ വീടിന്റെ മുമ്പിൽ. ആരോപണം എത്തി ഉമർ ഖാലിദ്, ടുക്ഡേ ഗാങ്, ആർട്ടിക്കിൾ 370 മണിക്കൂർ കൊണ്ടുവരണം എന്ന് പറയുന്ന വ്യക്തികൾ അവരൊപ്പമാണ് ഈ രാഷ്ട്രീയം ചെയ്യുന്നത്. ഞാൻ ആദ്യമല്ല ഇത് വിചാരിക്കുന്നത് ഇവരൊരു അവസരവാദ രാഷ്ട്രീയമാണ്. അതൊന്നല്ല, ഇതൊരു ഗൂഢാലോചനയാണ്. കോൺഗ്രസിന് ജനാധിപത്യ വഴി അവർക്ക് ജനങ്ങളുടെ പിന്തുണ കിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. 14, 19, 24 ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആസാം ജനങ്ങൾ തീരുമാനിച്ച് ഒരു നല്ല മെസ്സേജ് കൊടുത്തില്ല കോൺഗ്രസിന്. അപ്പോൾ ഏതു വഴിയാണ് അവർക്ക് ഇനിയിപ്പോ ഭരണത്തിൽ വരാൻ ഒരു സാധ്യത? ഇങ്ങനത്തെ ഒരു ഗൂഢാലോചന, ജനാധിപത്യത്തിന് അട്ടിമറിച്ച്. അത് നമ്മൾ ആദ്യം കണ്ടതാണ് കർഷക സമരത്തിന്റെ സമയം, അത് കഴിഞ്ഞിട്ട് CA സമരത്തിന്റെ സമയം. അതിന്റെ അന്വേഷണം നടത്തിയപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിച്ച് അതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിച്ചത്. ഞാൻ ഇന്ന് പറയുന്നു, ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഭരണഘടനയിൽ പ്രതിജ്ഞ എടുത്ത ഒരു മുഖ്യമന്ത്രി അവിടെ പോയി നിയമം ലംഘിച്ചു, വയലേറ്റ് ചെയ്ത ലോസ്. വരാൻ പോകുന്ന ദിവസത്തിൽ അദ്ദേഹം മാപ്പ് പറയും. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് പുറത്തു വരുമ്പോൾ, ഈ ഗൂഢാലോചനയുടെ പിന്നിൽ ആരാണെന്ന് പുറത്തു വരുമ്പോൾ അവിടെ ഇരിക്കുന്ന രാഹുൽ ഗാന്ധിയാണോ പ്രിയങ്ക ഗാന്ധിയാണോ VD സതീശനാണോ മാപ്പ് ചോദിക്കും. ഞാൻ ഇന്ന് ഉറപ്പായി പറഞ്ഞു. കാരണം കർഷക സമരത്തിന്റെ സമയത്തും CA സമരത്തിന്റെ സമയത്തും ഇതിൽ നിന്നാണ് നടന്നത് ഒരു ഗൂഢാലോചന. എങ്ങനെയെങ്കിലും നരേന്ദ്രമോദിജിനെ മാറ്റണം, BJP NDA സർക്കാരിനെ മാറ്റണം, ഇതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ അവസാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിന്റെ പേരാണ് ജനങ്ങൾ, പൊതുസമൂഹം, ഇന്ത്യൻ സിറ്റിസൺസ്. അവരിത് സമ്മതിക്കും. കോൺഗ്രസുകാര് എന്ത് നാടകം ചെയ്താലും, ഏത് ഗൂഢാലോചന ചെയ്താലും, ജമാഅത്തോ ചൈനയോ പാകിസ്ഥാനോ ആരുടെ പങ്കാളിയാക്കിയാലും ഈ നാടിന്റെ ജനങ്ങള് ഭാരത് മാതാക്കി ജയ് എന്ന് പറഞ്ഞിട്ട് ഈ നാടിനെ സംരക്ഷിക്കും, രാജ്യത്തിനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞു വാക്കിൽ എല്ലാവരും ഭാരത് മാതാക്കി ഭാരത് മാതാക്കി ഭാരത് മാതാക്കി നമ്മുടെ BJPയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ BB ഗോപകുമാർ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സമാരാധനായ അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ MLA, ഇന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, MLA അടക്കമുള്ള ഏറെ ബഹുമാനരായ സഹപ്രവർത്തകരെ, ഈ മാർച്ചിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനോട് സൂചിപ്പിക്കേണ്ടായി. നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുവാൻ ശ്രമിക്കുന്ന, നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം വിദേശ ഏജൻസികളുമായി ചേർന്നുകൊണ്ട് ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നതാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും സുതാര്യമായ സത്യസന്ധമായ അന്വേഷണത്തിന് ആരാധനായ പ്രധാനമന്ത്രി ഉത്തരവിടുകയുണ്ടായി. Hey!
ചേച്ചി നിൽക്കട്ടെ ഇപ്പൊ അടിയടാ ചേച്ചി നിൽക്കട്ടെ സുരക്ഷയുള്ള പ്രദേശത്തേക്ക് പോകുമ്പോൾ പോലും എടുക്കേണ്ട മുൻകരുതലുകൾ പോലീസ് എടുത്ത് ആ സമരത്തെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോഴും അക്രമ സമരത്തിലേക്ക് പോയത് ഈ കർഷക സമരത്തിലെ പോലെ തന്നെ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടേണ്ടതുണ്ട്. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.